A very good morning to everyone. I hope you all are fine and safe. Today we are starting our term 3. As you all know, we have completed our term 2. That is, we have completed our half-yearly examination successfully. Today we are entering into our term 3. Okay, again in term 3 we have 3 units, unit 6, 7, 8. Okay, today I am going to start with the unit 6. In unit 6 again you have one poem and one lesson. Okay, so today I am going to start with the poem. All of you take your English textbook, page number 90. I hope you all have taken your English text and you can see a poem which is given the page number 90. Unit 6. Mr. Nobody. Mr. Nobody. Now I'm going to read this poem. You all please listen. Okay. I know a funny little man. I know a funny little man as quiet as a mouse. As quiet as a mouse. Who does the mischief that is done in everybody's house? In everybody's house. There is no one ever sees his face. There is no one ever sees his face. And yet, we all agree that every plate we break was cracked by Mr. Nobody. That every plate we break was cracked by Mr. Nobody. So now the reading part is over. Now I'm going to give you the line by line explanation. You all please listen. Okay. So tell me, what is the title of the poem? Yes, the title of the poem is Mr. Nobody. Nobody എന്ന് പറഞ്ഞാലോ ആരുമില്ല. ഓക്കെ, അവിടെ ആരുമില്ല എന്നെങ്ങനെ പറയാം? ദർ ഇസ് നോബഡി ദർ. അവിടെ ആരുമില്ല. നോബഡി എന്ന് പറഞ്ഞാൽ ആരുമില്ല. ഓക്കെ, നോ പേഴ്സൺ, അതിനാണ് നോബഡി എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതിൽ ഈ ആരെയാണ് നോബഡി എന്ന് പറയും, മിസ്റ്റർ നോബഡി എന്ന് ആരെയാണ് വിളിക്കണതെന്ന് ആണ് മിസ് ഈ പോയമിലൂടെ പറഞ്ഞുതരാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ മിസ് ഇതിൻ്റെ മുന്നേ ഈ പോയമിന് മുന്നേ മിസ് ഒരു ചെറിയ കാര്യം ചോദിക്കാൻ നിങ്ങളോട്. നിങ്ങൾ വീട്ടിൽ ബോളുമായിട്ട് കളിക്കുകയാണ് കേട്ടോ. നിങ്ങൾ വീട്ടിൽ ബോളുമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഉമ്മ ടേബിളിൽ ഒരു പ്ലേറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ നമ്മളെ ഗ്ലാസ് പ്ലേറ്റ്സ് ഇല്ലേ, അതിൽ നിന്ന് ഒരു പ്ലേറ്റ് ടേബിൾമ ഡിന്നറിന് വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ബോള് കളിച്ച് അറിയാതെ ബോള് പ്ലേറ്റിൽ തട്ടി പ്ലേറ്റ് താഴെ വീണു. പ്ലേറ്റ് പൊട്ടി. ഓക്കെ, പക്ഷെ ആരും കണ്ടിട്ടില്ല കേട്ടോ. പ്ലേറ്റ് പൊട്ടിയത് ആരും കണ്ടിട്ടില്ല. നിങ്ങളെന്ത് ചെയ്യും? ആ ബോളുമായിട്ട് മെല്ലെ പുറത്ത് പോവും, അല്ലെങ്കിൽ റൂമിലോ എവിടെയെങ്കിലും പോയിരിക്കും. അതായത് നിങ്ങളത് ചെയ്തിട്ടേ ഇല്ല. നിങ്ങൾ അങ്ങനെ ഒരു പ്ലേറ്റ് പൊട്ടിയ വിവരം നിങ്ങൾ ചെയ്തിട്ടേ ഇല്ലാത്തതുപോലെ നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ചെന്നിരിക്കും അല്ലേ. കുറേ കഴിഞ്ഞ് ഉമ്മ വന്നിട്ട് ഈ പ്ലേറ്റ് പൊട്ടി കിടക്കുന്നത് കണ്ടിട്ട് ചോദിക്കുകയാണ്, ആരാണ് ഈ പ്ലേറ്റ് പൊട്ടിച്ചതെന്ന്. അപ്പം നിങ്ങൾ എന്താ പറയുക? സ്വാഭാവികമായിട്ട് നിങ്ങൾ പറയും ഞാനാ പൊട്ടിച്ചതെന്ന്. ഇല്ല, എന്തുകൊണ്ട് പറയില്ല? അത് ഉമ്മ ചീത്ത പറയും, അല്ലെങ്കിൽ അടി കിട്ടും. അതുകൊണ്ട് നിങ്ങൾ എന്ത് പറയും? ഏയ് ഞങ്ങളറിയില്ല, ഞങ്ങൾ കണ്ടിട്ടില്ല എന്ന് പറയും. അപ്പോൾ ഉമ്മ എന്ത് പറയും? അപ്പോൾ ആരുമില്ലേ ഈ പ്ലേറ്റ് പൊട്ടി തനിയെ പൊട്ടിയതാണോ? ഈ പ്ലേറ്റ് പൊട്ടിച്ചവരായിട്ട് ഇവിടെ ആരുമില്ലേ ചോദിക്കും. പക്ഷേ നമുക്കറിയാം അത് അല്ലേ, പൊട്ടിച്ചതാരാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. സോ അപ്പോൾ ഈ ചെയ്യുന്നത് ആരാണ്? നിങ്ങളാണ്. എന്നിരുന്നാലും മറ്റുള്ളവർക്ക് ആരുമില്ല അല്ലേ. ഉമ്മയുടെ കണ്ണിൽ അത് പൊട്ടിച്ചതായിട്ട് ആരുമില്ല. അപ്പോൾ ഈ ചെയ്യണതൊക്കെ ഒരാളാണ് അല്ലേ, വീട്ടിലത്തെ കുറുമ്പനോ കുറുമ്പത്തിയോ ആയിട്ടുള്ള ആരെങ്കിലും ആണ് ഇത് ചെയ്തത്. സോ ആ ആളെക്കുറിച്ചിട്ടുള്ള പോയമാണിത് കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. മിസ്സിന് ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷൻ തരാം. ഐ നോ എ ഫണ്ണി ലിറ്റിൽ മാൻ. ഓക്കെ, ഈ പോയറ്റ് പറയാണ് ഐ നോ എ ഫണ്ണി ലിറ്റിൽ മാൻ. അതായത് എനിക്കറിയാം, ഒരു ഫണ്ണി എന്ന് പറഞ്ഞാൽ കുസൃതിക്കാരനും ഒക്കെ ആയിട്ടുള്ള ഒരാൾ. ഓക്കെ, എനിക്കറിയാം
a funny little man. ആസ് ക്വയറ്റ് ആസ് എ മൗസ്. ആ കുട്ടി എന്താണ്? ഒരു മൗസിനെ പോലെ ക്വയറ്റാണ്. ക്വയറ്റ് എന്ന് പറഞ്ഞാൽ കാം, ഒരു ഒച്ചയൊന്നും ഉണ്ടാക്കാതെ ഒരു പാവം കുട്ടിയാണ്. ഹൂ ഡസ് ദ മിസ്ചീഫ്? ഹൂ ഡസ് ദ മിസ്ചീഫ്? മിസ്ചീഫ് എന്ന് പറഞ്ഞാൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നതാണ്. ബട്ട് അത്ര ഒരു സീരിയസ് ആയ തിങ് അല്ല. ഓക്കെ, നമ്മൾ കുസൃതികൾ ചെയ്യുക എന്ന് പറയില്ലേ, അതിനാണ് മിസ്ചീഫ് എന്ന് പറയുക. വീട്ടിൽ ചെറിയ ചെറിയ വികൃതികളൊക്കെ ചെയ്യുക, അങ്ങനെ ചെയ്യുന്നൊരു കുട്ടിയാണ് കേട്ടോ. അപ്പോൾ പോയിട്ട് പറയുന്നൊരു കുട്ടി ഫണ്ണി ലിറ്റിൽ മാനാണ്. ഒരു മൗസിനെ പോലെ ക്വയറ്റാണ്, ഒരു കാമാണ്. ക്വയറ്റ് എന്ന് പറഞ്ഞാൽ അധികം ഒച്ചപ്പാടൊന്നുമില്ലാത്തൊരു ഒരു കുട്ടിയാണ്. ഹൂ ഡസ് ദ മിസ്ചീഫ്? മിസ്ചീഫ് എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ കുസൃതി കാര്യങ്ങളൊക്കെ ചെയ്ത് നടക്കുന്ന ആളാണ്. ദാറ്റ് ഈസ് ഡൺ ഇൻ എവ്രിബഡീസ് ഹൗസ്. എല്ലാ വീട്ടിലും ചെയ്യുന്നത് പോലെ, എല്ലാവരുടെ വീട്ടിലൊക്കെ ചെയ്യുന്ന കുസൃതികളൊക്കെ ചെയ്യുന്ന കുട്ടികളെ പോലെ തന്നെയാണ് അവനും. ഓക്കെ, ദർ ഈസ് നോ വൺ എവർ സീസ് ഹിസ് ഫേസ്. അവൻ്റെ മുഖം ആരും കാണില്ല. ഈ കുസൃതികളൊക്കെ ഒപ്പിക്കുമ്പോൾ അവനെ ആരും കാണില്ല. ഓക്കെ, ആൻഡ് എറ്റ്, എന്നിരുന്നാൽ പോലും വി ഓൾ അഗ്രി, വീട്ടിലുള്ളവർക്ക് എല്ലാവർക്കും അറിയാം. ഓക്കെ, ആരും അവൻ്റെ മുഖം കാണില്ല. ആൻഡ് എറ്റ് എന്ന് പറഞ്ഞാൽ എന്നിരുന്നാൽ പോലും വി ഓൾ അഗ്രി, ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്ത്? ദാറ്റ് എവ്രി പ്ലേറ്റ് വി ബ്രേക്ക് വാസ് ക്രാക്ക്ഡ് ബൈ മിസ്റ്റർ നോബഡി. ഓക്കെ, എല്ലാ പ്ലേറ്റും ഞങ്ങൾക്ക് എല്ലാവർക്കും അവനാണ് ചെയ്യുന്നത് അറിയാം. അവൻ്റെ മുഖം ആരും കണ്ടില്ലെങ്കിൽ പോലും അവനാണ് ഈ പ്ലേറ്റ് എല്ലതും പൊട്ടിക്കണതെന്ന് അറിയാം. ആര്? അവൻക്ക് ഇവരിട്ട പേരെന്താണ്? മിസ്റ്റർ നോബഡി. നോബഡി എന്ന് പറഞ്ഞാൽ ആരുമില്ല. പക്ഷെ ആരെയാണ് ഉദ്ദേശിക്കുന്നത്? ആ കുറുമ്പനായ ചെറിയ ചെക്കനെയാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ദാ നിങ്ങൾക്ക് പിക്ചർ കാണാം അല്ലേ? ഒരു കുറുമ്പനായ ചെക്കൻ ഈ പ്ലേറ്റൊക്കെ പൊട്ടിച്ചിട്ട് നിൽക്കുന്നത്. പക്ഷെ അവൻ്റെ ഫേസ് കാണുന്നുണ്ടോ? ഇല്ല അല്ലേ? സോ അവനെ ക്രാക്ക്ഡ് എന്ന് പറഞ്ഞാൽ പൊട്ടിക്കുന്നത്. സീ ദാറ്റ് എവ്രി പ്ലേറ്റ് വി ബ്രേക്ക് വാസ് ക്രാക്ക്ഡ്. ക്രാക്ക്ഡ് എന്ന് പറഞ്ഞാൽ പൊട്ടിക്കുന്നത്. ആരാണ് പൊട്ടിക്കുന്നത്? ബൈ മിസ്റ്റർ നോബഡി. ഓക്കെ, മിസ്റ്റർ നോബഡി. നോബഡി എന്ന് പറഞ്ഞാൽ നോ പേഴ്സൺ. നോബഡി എന്ന് പറഞ്ഞാൽ നോ പേഴ്സൺ, ആരുമില്ല. ഓക്കെ, സോ ഐ തിങ്ക് യു അണ്ടർസ്റ്റുഡ് ദ കണ്ടൻറ്റ് ഓഫ് ദ പോയം. മിസ് ഒന്നും കൂടി പറഞ്ഞുതരാം. അതായത് നമ്മൾ കുസൃതികളൊക്കെ കാണിച്ചിട്ട് നമ്മൾ ഒന്നും അറിയാത്ത പോലെ ചെന്നിരിക്കാറില്ലേ, അത് ചെയ്യാത്ത പോലെ. പക്ഷേ ഇത് കണ്ടുവരുന്നവർക്കോ, ഈ പൊട്ടിച്ചതൊക്കെ കണ്ടിട്ട് വരുന്ന ഉമ്മാക്കോ ഉപ്പാക്കോ ചോദിച്ചാൽ അത് ചെയ്തവരായിട്ട് ആരും ഉണ്ടാവില്ല. ആ ആളെക്കുറിച്ചിട്ടാണ് നമ്മൾ ഈ പോയം പറയണത്, ഈ പോയത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യണത്. ഓക്കെ, സോ എന്താണ് പോയിട്ട് പറയണത്? എനിക്കൊരു കുസൃതിയായ ചെറിയ മോനെ അറിയാം. അവൻ ആരെപ്പോലെയാണ്? മൗസിനെ പോലെയാണ്. ക്വയറ്റാണ് കേട്ടോ. ഒന്നും ഒച്ചപ്പാട് ബഹളങ്ങളൊന്നും കാട്ടാത്തൊരു ക്വയറ്റായ കുട്ടിയാണ്. പക്ഷെ എന്താണ്? അവനാണ് എല്ലാവരുടെ വീട്ടിലും ചെയ്യുന്ന കുസൃതിത്തരങ്ങളെ പോലെ കുസൃതിയൊക്കെ കാട്ടുന്ന ഒരു ചെക്കനാണ്. കുസൃതിക്കാണ് പറയാം മിസ്ചീഫ്. ഓക്കെ, ദാറ്റ് ഈസ് നോ വൺ എവർ സീസ് ഹിസ് ഫേസ്. അവൻ്റെ മുഖം ആരും കണ്ടതായിട്ടൊന്നും അറിയില്ല. വീട്ടിൽ അവനാണിത് ചെയ്തതെന്ന് ആർക്കും അറിയില്ല. പക്ഷെ എന്നിരുന്നാൽ പോലും, ആൻഡ് എറ്റ് എന്ന് പറഞ്ഞാൽ എന്നിരുന്നാൽ പോലും ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്ത്? ഞങ്ങളെല്ലാവരും അഗ്രി ചെയ്യുന്ന കാര്യമാണ് ഈ എല്ലാ പ്ലേറ്റുകളൊക്കെ പൊട്ടിക്കുന്നതും കുസൃതികൾ കാണിക്കുന്നത് ആരാണ്? ആ കുസൃതി കാണിക്കുന്ന ചെക്കനെയാണ് മിസ്റ്റർ നോബഡി എന്ന് പറയുന്നത്. ഓക്കെ, നൗ ഐ എം ഗോയിങ് ടു റിസൈറ്റ് ദിസ് പോയം വൺസ് മോർ. പ്ലീസ് ലിസൺ. ഓക്കെ, ഇനി നിങ്ങൾ മിസ്സിൻ്റെ കൂടുതൽ റീഡ് ചെയ്യണം കേട്ടോ. ഓക്കെ, മിസ്റ്റർ നോബഡി. I know a funny little man as quiet as a mouse, who does the mischief that is done in everybody's house. There is no one ever sees his face, and yet we all agree that every plate we break was cracked by Mr. Nobody. Okay, I hope you all have read along with me. Now we are moving on to the activity. So the activity 1 is given in the page number 91. So all of you take page number 91. I'll just explain, okay? Sometimes you want to look and find things for yourself. അല്ലേ? ചില സമയത്ത്
ചില കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തന്നെ കണ്ടുപിടിക്കണം എന്നുണ്ടാവും അല്ലേ, എന്തുകൊണ്ടാണ് ഇങ്ങനെ നടക്കണേ, എന്തുകൊണ്ടാണ് അങ്ങനെ നടക്കണതൊക്കെ നിങ്ങൾക്ക് തന്നെ ഐഡൻറ്റിഫൈ ചെയ്യണമെന്നുണ്ടാവും. അങ്ങനെ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ടിക്ക് ചെയ്യുക കേട്ടോ. സോ ഫസ്റ്റ് വൺ, ഐ ട്രൈ ടു സീ വൈ ദ ക്ലോക്ക് ടിക്ക്ഡ്. അതായത് ക്ലോക്കിൽ ബെല്ലടിക്കില്ലേ, അത് എന്തുകൊണ്ടാണ് ക്ലോക്കിൽ ബെല്ലടിക്കണത്, നിങ്ങൾ എപ്പോഴെങ്കിലും ആ ക്ലോക്കിൻ്റെ ബാക്കിൽ പോയിട്ടോ ആ ക്ലോക്കിനെ തിരിച്ച് നോക്കിയിട്ടോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ടിക്ക് ചെയ്യാം. സെക്കൻഡ് വൺ, ഐ വെൻറ്റ് ഔട്ട് ഓഫ് ദ ഹൗസ് അറ്റ് നൈറ്റ് ടു സീ ദ സ്റ്റാർസ്. ഇത് നിങ്ങൾ പലരും ചെയ്തിട്ടുണ്ടാവും അല്ലേ, സ്റ്റാർസിൻ്റെ ഭംഗി കാണാൻ വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് പുറത്ത് പോയിട്ട് സ്റ്റാർസിനെ നോക്കി നിന്നിട്ടുണ്ടോ? ഓക്കെ, ഐ വെൻറ്റ് ഔട്ട് ഓഫ് ദ ഹൗസ് അറ്റ് നൈറ്റ് ടു സീ ദ സ്റ്റാർസ്. തേർഡ് വൺ, ഐ ക്ലൈംബ്ഡ് എ ട്രീ ടു ലുക്ക് ഇൻ ടു എ നെസ്റ്റ്. ക്ലൈംബ്ഡ് എന്ന് പറഞ്ഞാൽ മരത്തിമ്മൽ കയറിയിട്ട് ഒരു ബേർഡിൻ്റെ നെസ്റ്റ് കാണാൻ വേണ്ടിയിട്ട് മരത്തിമ്മൽ കയറിയിട്ടുണ്ടോ? ഓക്കെ, ഐ ക്ലൈംബ്ഡ് എ ട്രീ ടു ലുക്ക് ഇൻ ടു എ നെസ്റ്റ്. ആൻഡ് ലാസ്റ്റ് വൺ, ഇത് മിക്കവരും ചെയ്തിട്ടുണ്ടാവും, ഐ ക്ലൈംബ്ഡ് ഓൺ സ്റ്റൂൾ ടു ഫൈൻഡ് ബിസ്ക്കറ്റ്സ്. ഓക്കെ, അപ്പോൾ എന്താണ്, ഉമ്മ നിങ്ങൾ ബിസ്ക്കറ്റ് കുറേ എടുത്ത് കഴിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് സ്റ്റോർ റൂമിലൊക്കെ മുകളിൽ കയറ്റി വെച്ചിട്ടുണ്ടാവും അല്ലേ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, അത് കിട്ടാൻ വേണ്ടിയിട്ട് സ്റ്റൂൾ വെച്ച് അതിമ കയറി ബിസ്ക്കറ്റ്സ് ഫൈൻഡ് ചെയ്തിട്ടുണ്ടോ? ഓക്കെ, സോ ഇതിൽ ഏതാണോ നിങ്ങൾ ചെയ്തിട്ടുള്ളത് അതിന് ജസ്റ്റ് ഒരു ടിക്ക് ചെയ്യുക. അണ്ടർസ്റ്റുഡ്? നൗ വി ആർ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് വൺ. So now moving on to the next activity which is given in the page number 92. So all of you turn your page. So I hope you all have turned your page to page number 92. It's very easy. Rhyming words. എന്താണ് rhyming words എന്നൊക്കെ നിങ്ങൾക്ക് അറിയാം. അപ്പോൾ മിസ് വായിക്കാം. ഓക്കെ, സേ aloud and circle the rhyming words. ഓക്കെ, മിസ് റീഡ് ചെയ്യാം. എന്നിട്ട് ഇതിൽ നിന്ന് ഏതാണ് rhyming words you just circle it. ഓക്കെ, a mouse ran into the house. A mouse ran into the house. ഇതിലേതാണ് റൈമിംഗ് വേർഡായിട്ട് വരുന്നത് ആ രണ്ട് വേർഡും സർക്കിൾ ചെയ്യാം. സെക്കൻഡ് വൺ, ഐ ക്യാൻ സീ ദ ലിറ്റിൽ ബി. ഐ ക്യാൻ സീ ദ ലിറ്റിൽ ബി. തേർഡ് വൺ, ദാറ്റ് വാസ് എ ഫാറ്റ് കാറ്റ്. ദാറ്റ് വാസ് എ ഫാറ്റ് കാറ്റ്. ഗിവ് മീ എ ഹാൻഡ്കർച്ചീഫ്. ഡോണ്ട് ഡു എനി മിസ്ചീഫ്. ഗിവ് മീ എ ഹാൻഡ്കർച്ചീഫ്. Don't do any mischief. Okay, so only 4 sentences are there. So ഇതിൽ ഏതാണ് റൈമിംഗ് വേർഡ്സ് ജസ്റ്റ് സർക്കിൾ ഇറ്റ്. അപ്പോൾ രണ്ട് ആക്ടിവിറ്റിയും ഈസിയാണ്. സോ ഡു ഇറ്റ് ടുഡേ ഇറ്റ് സെൽഫ്. ആൻഡ് വൺ മോർ തിങ് ഐ വോണ്ട് ടു സേ ഈസ് യു ഷുഡ് റീഡ് ദിസ് പോയം 3 to 4 times. നന്നായി റീഡ് ചെയ്ത് ഫ്ലുവൻ്റ് ആക്കുക കേട്ടോ. തപ്പിപ്പിടിച്ച് റീഡ് ചെയ്യരുത്. ഫസ്റ്റ് ടൈം സെക്കൻഡ് ടൈം തേർഡ് ടൈം ഫോർത്ത് ടൈം ആകുമ്പോഴത്തേനും നന്നായി റീഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഐ വിൽ ബി മേക്കിംഗ് യു ടു റീഡ് ഇൻ ഗൂഗിൾ മീറ്റ്. ഓക്കെ, all should read this poem 4 times and do the activity today itself. Understood? Now it's time to wind up our session. So thank you. See you soon.